ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അവാർഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അവാർഡ് കിട്ടിയ നടന്മാരൊന്നും ജനങ്ങൾ ഇന്ന് ഓർക്കുന്നില്ല. അതായത് ഭാരത് ഗോപിനെ നെടുമുടിനെല്ലാം ആരും ഓർക്കുന്നത്, ആരോട് ചോദിച്ചാൽ തന്നെ ആർക്കും അറിയില്ല ഗോപി ആരാണ്. അതേസമയത്ത് അവാർഡ് കിട്ടാത്ത ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിന് ജയൻ ചേട്ടനെല്ലാം ആൾക്കാർക്ക് ഇപ്പോൾ ജനങ്ങൾക്ക് ഓർമ്മയുള്ളത്, ജനമനസ്സുകളിൽ അവരെ ഉള്ളത്. അതിനെക്കുറിച്ച് അതിനൊരു വീഡിയോ. അതായത് 82 ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ പടയോട്ടത്തിൽ മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ട് നസീർ സാറിന് അവാർഡൊന്നുമില്ല. അതേ വർഷം ഗോപിക്കാണ് അവാർഡ് കൊടുത്തത്, സ്റ്റേറ്റ് അവാർഡ്. ഗോപി ഓർമ്മക്കായി എന്നുള്ള പടം, അത് നായിക പ്രാധാന്യമുള്ള പടമാണ്, മാധവിൻ്റെ പടമാണ്. അതിൽ ഗോപിക്കൊന്നും വലിയ സ്ഥാനമൊന്നുമില്ല, പക്ഷേ ഗോപിക്ക കൊടുത്തത്. അതായത് ബുദ്ധിജീവി അവാർഡ് കമ്മിറ്റിക്കാർക്ക് ബുദ്ധി തെളിയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ നസീർ സാറിന് പടയോട്ടത്തിൽ കൊടുക്കാണ്ട് മികച്ച അഭിനയം കാഴ്ചവെച്ച നസീർ സാറിന് പടയോട്ടത്തിൽ കൊടുത്തിട്ടില്ല. ചരിത്ര പടമെന്ന് പറഞ്ഞിട്ടാണ് അധികം ഒഴിവാക്കിയത്. പിന്നീട് മമ്മൂട്ടിക്ക് വടക്കം വീരഗാഥ ചരിത്രകഥ എടുത്താലും നാഷണൽ അവാർഡ് കിട്ടി, അതായത് നാടകാഭിനയത്തിന്. മികച്ച അഭിനയം കാഴ്ചവെച്ച നസീർ സാറിന് അവാർഡില്ല, നാടകാഭിനയം കാഴ്ചവെച്ച മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ്. അതേപോലെ ഇപ്പോൾ ഫാൽക്കെ അവാർഡ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിനും പിന്നെ യേശുദാസിനും കമലഹാസനൊന്നും കൊടുക്കാതെ മോഹൻലാലിനാണ് ദാദാ ഫാൽക്കെ കൊടുത്തത്. പിന്നെ വേറെന്ന് പറഞ്ഞാൽ മോഹൻലാലിന് ഭരതം എന്നുള്ള സിനിമയിൽ മോഹൻലാൽ നാഷണൽ അവാർഡ് കിട്ടി. അതിനേക്കാൾ എത്രയോ മികച്ച അഭിനയം കാഴ്ചവെച്ച പടം വേറെയുണ്ട്, അതിനൊന്നും അവാർഡില്ല. ചെങ്കോൽ എന്നുള്ള പടത്തിൽ ഭരതത്തിനേക്കാൾ നല്ല അഭിനയം ചെങ്കോലിൽ, പക്ഷേ അതിന് നാഷണൽ സ്റ്റേറ്റ് അവാർഡ് ഒന്നുമില്ല. അതിൽ മോഹൻലാൽ 91 മോഹൻലാൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് കിലുക്കത്തിനും അഭിമന്യുവിനും. അതിലെന്ത് തേങ്ങാക്കോല അഭിനയം ഉള്ളത് മോഹൻലാലിന്. അതേപോലെ പിന്നെ ഇതിൽ നമ്മൾക്ക് പാട്ടുകാരിൽ MG ശ്രീകുമാറിന് 2 നാഷണൽ അവാർഡ്, മുഹമ്മദ് റാഫിക്ക് ഒരു നാഷണൽ അവാർഡ്, കിഷോർ കുമാറിന് നാഷണൽ അവാർഡേ ഇല്ല. ഭാവഗായകൻ ജയന്തരൻ ചേട്ടന് ഒറ്റ നാഷണൽ അവാർഡ്. കേരളത്തിൽ എക്കാലത്തും 2ാം സ്ഥാനം അരക്കിട്ടുറപ്പിച്ച ഗായകനാണ് ജയന്തരൻ ചേട്ടൻ. ആ ജയന്തരൻ ചേട്ടന് ഒരു നാഷണൽ അവാർഡേ ഉള്ളൂ, MG ശ്രീകുമാർ 2 അവാർഡ്. അതുപോലെ ഭാവാഭിനയ നടൻ മധുച്ചേട്ടന് ഇതുവരെ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല. എന്നിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വേറെ ആയിരിക്കല്ലോ, ജയസൂര്യക്ക്, സൗബിന്, നിവിൻ പോളി, ഇവർക്കെല്ലാം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എത്രയോ നല്ല അഭിനയം കാഴ്ചവെച്ച മധുച്ചേട്ടന് ഒരു സ്റ്റേറ്റ് അവാർഡില്ല. അപ്പോൾ ഇനി അമിതാഭ് ബച്ചൻ്റെ കാര്യം എടുക്കുക. അമിതാഭ് ബച്ചന് നാഷണൽ അവാർഡ് കിട്ടിയത് അഗ്നിപഥ് എന്ന് പറഞ്ഞ ഒരു തല്ലിപ്പൊളി പടത്തിന്. അതിന് മുന്നേ അമിതാഭ് ബച്ചൻ്റെ ഷോലെ, ദീവാർ, മജ്ബൂർ, കാലാപാത്ര എന്ന മികച്ച അഭിനയം കാഴ്ചവെച്ച പടത്തിനൊന്നും അമിതാഭ് ബച്ചന് അവാർഡില്ല. അപ്പോൾ ഈ അവാർഡ് കമ്മിറ്റിക്കാരെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ്. അതായത് തലയിൽ ഓളയില്ലാത്ത ഒരു കമ്മിറ്റി